ദൈവം മനുഷ്യൻ ഒരു ഗാഢ അവൻ അവന്റെ വായിൽ നിന്ന് ഒന്നെടുത്ത് അതിന്റെ പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ മനുഷ്യനെ കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ സ്ത്രീകൾ തന്നെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയും പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീയാണ് സാറ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിരത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം പുറപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടി അവരുടെ പിന്നാലെ ചെന്നു. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകയായ ഏക ന്യായാധിപ ദബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിനെ രക്ഷിക്കാൻ ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും കൊണ്ട് യഹൂദദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മകളായിരുന്നു. മരുമക്കളിൽ ഒരാളായ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോൾ രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറഞ്ഞിരുന്നു, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാർ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയാണ് ഹന്ന. ഹന്നയുടെ അടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ
ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവ്വം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി എസ്തർ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ എസ്തർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതി പറഞ്ഞ് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നത് സ്വജനത്തിന്റെ വിടുതലിന് വേണ്ടി രാജസന്നിധിയിൽ സദൈവം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൽ ജീവിക്കാൻ ഇതാ കർത്താവിന്റെ ദാസിയായ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറയുന്നു. തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വഴിയൊരുക്കാൻ വേണ്ടി യോഹന്നാൻ ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവർ കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായിരുന്ന ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്നാ പ്രവാചകി ആശയഗോത്രത്തിൽ ഫലമേലിന്റെ മകളായ ഹന്നാ പ്രവാചകി വളരെ വയസ്സെത്തിയിട്ടും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്നാ പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ വഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൂണ്ടി വിചാരിച്ചതും മനം കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്.